ഭയങ്കര വ്യത്യാസമായിട്ടുള്ളൊരു വ്ളോഗും കാര്യങ്ങളൊന്നുമല്ല. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ഇന്നൊരു പുതിയൊരു വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഭയങ്കര വ്യത്യാസമായിട്ടുള്ളൊരു വ്ളോഗും കാര്യങ്ങളൊന്നുമല്ല. ഇന്നൊരു ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്ലീനിങ് വ്ളോഗ് എങ്ങനെ ഇട്ടിട്ടില്ല, റെയറായിട്ട് 2-3 ഇട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും തറയൊക്കെ തുടയ്ക്കണം, തൂത്തുവാരണം. അപ്പോൾ അതൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ച്. മോനൂട്ടൻ ഇവിടെ ഉണ്ട്. ഇന്ന് സ്കൂളിൽ പോകണ്ട. ഓഗസ്റ്റ് 2 ഗാന്ധി ജയന്തിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടിയാണ്. തൂത്തുവാരണം, തുടയ്ക്കണം, വല അടിക്കണം. വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ആ സമയത്ത് അമ്മ അടുക്കളയിൽ രാവിലത്തെ കാപ്പിയും ഉച്ചക്കലത്തെ ഊണിനും ഉള്ള പരിപാടി നോക്കണേ. എനിക്കിത് ജോലിക്ക് പോകണം. 10 മണിയാകുമ്പോൾ എനിക്ക് ജോലിക്ക് വരണം. അതിനിടയ്ക്ക് ഇതെല്ലാം എനിക്ക് തീർക്കണം. കുറച്ച് തുണികൾ കഴുകാനുണ്ട്. എത്രത്തോളം ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും എൻ്റെ മാക്സിമം ചെയ്ത് തീർക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു പുതിയൊരു വ്ളോഗിലോട്ട് ഏവർക്കും സ്വാഗതം. വീട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ദിവസമൊന്നും ആയിട്ടില്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിലുള്ള വലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനിടയ്ക്ക് അമ്മ തുടച്ചിട്ടും ഉണ്ടായിരുന്നു 2-3 പ്രാവശ്യം. ഞാൻ ഒരു വട്ടം തുടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തറയിൽ ഒരുപാട് അഴുക്കൊന്നും വരാനുള്ള ചാൻസ് ഇല്ല. എന്നിരുന്നാലും മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരക്കുള്ള ദിവസം എന്തായാലും അലങ്കോലപ്പെടുമല്ലോ. നല്ല തിരക്കുള്ള ദിവസങ്ങളൊക്കെ കാണും. ഇപ്പം പിന്നെ എനിക്ക് ഓഫ് സീസണൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. മറ്റത് എടുത്ത് കളയേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് സമയം ഉള്ളപ്പോഴത്തേക്കും ഒന്ന് വൃത്തിയാക്കി ഇടാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അല്ലെങ്കിലും വീട്ടിലൊരു മാസത്തിൽ ഒരിക്കലെങ്കിലും, ആഴ്ച ഒരിക്കലൊന്നും നടക്കുന്ന കാര്യമല്ല, ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും വല അടിച്ച് വൃത്തിയാക്കി ഇടുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ അലങ്കോലപ്പെടാറുണ്ട്. എനിക്ക് കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ വേണമെന്നുള്ളതുകൊണ്ട് ജനാലയൊക്കെ ആദ്യമേ ഒന്ന് തുറന്നിട്ട്, എല്ലായിടത്തെയും ജനാലയൊന്നും തുറന്നിട്ടിരുന്നില്ല. എനിക്ക് ഇരുട്ട് അത്രയും താല്പര്യമുള്ള കാര്യമല്ല. എവിടെ നിൽക്കണമെങ്കിലും, ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ നിൽക്കണമെങ്കിൽ എനിക്ക് ഇത്തിരി വെട്ടവും വെളിച്ചമൊക്കെ വേണം. അതുകൊണ്ട് ഞാൻ ജനാലയൊക്കെ തുറന്നിടാറുണ്ട് കേട്ടോ. പിന്നെ വല അടിക്കുന്ന സാധനത്തിൻ്റെ ജീവൻ ഏതാണ്ട് പോയിരിക്കുകയാണ്. കുറേ വർഷങ്ങളായി കേട്ടോ. അങ്ങനെ മാറ്റിയിട്ടൊന്നുമില്ല. അപ്പം അത് ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. ഒടിഞ്ഞ് വീഴുമെന്ന് പ്രതീക്ഷിച്ചതല്ല, പക്ഷെ ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അതും വീഡിയോയിൽ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും. രാവിലെ എണീറ്റപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തലേദിവസം രാത്രിയും വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ തുള്ളി, ഈ മഞ്ഞതുള്ളി വീഴില്ല, അതുപോലെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പെട്ടെന്നാണ് അന്തരീക്ഷം കൊണ്ടങ്ങ് മാറിയത്. ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. എനിക്ക് ഇനി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, സെറ്റിയിൽ കവർ വാങ്ങിച്ചിടണം. അതിൻ്റെ ഒരു ഷീറ്റ് വാങ്ങിച്ചിടണമെന്നുണ്ട്. ഒരു ക്ലോത്തിൻ്റെ ഷീറ്റ് വാങ്ങിച്ചിടണമെന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഡിലേ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സെറ്റിയിലൊക്കെ ഇടുമ്പോഴത്തേക്കും, സെറ്റിയിൽ ആ ക്ലോത്ത് ഇടുമ്പോഴത്തേക്കും മര്യാദയ്ക്ക് ഇരിക്കത്തില്ല. അപ്പോൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ആവുമല്ലോ. അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും കെട്ടി വെക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നോക്കണം. ചെറിയ സ്ട്രാപ്പോ അങ്ങനെ എന്തെങ്കിലും നോക്കണം. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ്. കാരണം നമ്മൾ ചാരി ഇരിക്കുമ്പോഴൊക്കെ അതൊക്കെ നമ്മൾ പിറകെ ഇറങ്ങി വരും, അല്ലെങ്കിൽ ഇളവി വീഴും. അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഓൺലൈനിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീഷോയ്ക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അങ്ങനെ അഡീഷണൽ ഫിറ്റിങ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. മോനൂട്ടിന് ഞാനും കൂടെ ലഹള നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് ഈ തൂക്കണം, അവന് തുടയ്ക്കണം, അവന് ആ സാധനങ്ങൾ അത്രയും കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ആ കൂടെ 2-3 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഈ 2-3 മണിക്കൂറിനുള്ളിൽ ഏകദേശം ജോലികൾ അത്രയും ചെയ്ത് തീർത്തിട്ട് വേണം എനിക്ക് ജോലി സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം മോനോട്ടൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ തുടയ്ക്കണതും ഈ പറയും പോലെ തൂക്കണതും കൊടുക്കണം എന്നാണ് അവൻ വാശി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ജോലികളൊന്നും സമയത്തിന് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ആകെ 2-3 മണിക്കൂറാണ് ഉള്ളത്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ കറക്റ്റ് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ അത്രയും തീർത്താലേ എനിക്ക് ഒരു സമാധാനം ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ പിണങ്ങിയിരിക്കണം. ഞാൻ 2 വഴക്കൊക്കെ കൊടുക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ വഴക്ക് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. എനിക്കറിയൂടാ അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഭയങ്കര വിഷമമാണ് അവൻ കരയണതൊക്കെ കാണുമ്പോഴത്തേക്കും. പക്ഷേ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വഴക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോൾ വഴക്ക് പറയാതിരുന്ന് കഴിഞ്ഞാൽ ആൾ വന്ന് ഭയങ്കരമായിട്ട് അലിമ്പുണ്ടാക്കും. ഞാൻ വഴക്ക് പറഞ്ഞാൽ അമ്മയുടെ എനിക്ക് തല്ല് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചെങ്കിലും ഒരു മൂലയ്ക്കിരിക്കും. അതുകൊണ്ട് ഞാൻ വഴക്ക് പറഞ്ഞു. പിന്നെ അമ്മ എന്നെയാണ് കൂടുതൽ വഴക്ക് പറയുന്നത് കേട്ടോ. അമ്മ പറയും ഈ വഴക്ക് പറയുന്ന സമയം കൊണ്ട് കമ്പെടുത്ത് 2 അടി കൊടുത്തൂടെ എന്ന്. പക്ഷെ എന്നെക്കൊണ്ടത് പറ്റുന്നില്ല ഗെയ്സ്. എന്താണെന്ന് അറിയത്തില്ല, എന്നെക്കൊണ്ടത് പറ്റുന്നില്ല. എനിക്ക് അവരെ അടിക്കാൻ തോന്നത്തില്ല. പിന്നെ സഹി ഇടുമ്പോൾ ഞാൻ ചിലപ്പോൾ ചെറിയൊരു കൊട്ട്, അതൊരു വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള കൊട്ടൊന്നും ഞാൻ കൊടുക്കത്തുമില്ല. അപ്പം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അവൻ്റെ ഒരു പ്രത്യേകിച്ച് ചുണ്ട് മലർത്തി വെച്ചൊരു കരച്ചിലുണ്ട്. എൻ്റെ പൊന്നെ താങ്ങാൻ പറ്റത്തില്ല.
അങ്ങനെ ഇപ്പം പിണങ്ങിയിരിക്കുകയാണ് ആശ. ഞാനും വിചാരിച്ച അങ്ങനെ ഇരിക്കട്ടെ, ഞാൻ പെട്ടെന്ന് തന്നെ ജോലികൾ തീർക്കട്ടെ എന്ന്. മോനുടൻ്റെ കളർ പേനയും പെൻസിലും ക്രയോണും ആണ് ഏറ്റവും കൂടുതലുള്ളത്. ചുവരിലൊന്നും അങ്ങനെ വരയ്ക്കത്തില്ല, പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് വരയ്ക്കരുതെന്ന്. ഇപ്പം ഇവിടെയാണ് ഞാനും അമ്മയും കുഞ്ഞും കിടക്കുന്നത്. മുകളിൽ ഫാനിൻ്റെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് റെഡിയാക്കിയെങ്കിലും ചെറിയൊരു സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ നമ്മൾ ഹാളിലാണ് കിടന്നുകൊണ്ടിരുന്നത്, ഇപ്പം ഈ റൂമിലോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല തണുപ്പാണ്. നമ്മളിപ്പോൾ രാത്രി ഫാൻ ഇട്ട് കിടന്നാലും ഒരു രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ, വെളുപ്പിനെ 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ എനിക്കൊന്നും അത്രയും പോകണ്ട, ഭയങ്കര തണുപ്പാണ്. ഫാൻ ഓഫ് ചെയ്യാൻ തോന്നും. ഞാനൊക്കെ എന്നുള്ളത് ഒരു ബെഡ്ഷീറ്റ് എന്നുള്ളത് 2 ബെഡ്ഷീറ്റൊക്കെ ചിലപ്പോൾ മൂടിക്കിടക്കും. ഈ ഒരു ഹാങ്ങർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഹാങ്ങർ ഞാൻ ഇട്ടതല്ല, ഇന്നലെ മോനൂട്ടൻ അവിടെ കിടന്ന ഹാങ്ങർ എടുത്ത് അതിൽ ആണിയിൽ ഇട്ടതാണ്. എന്താ ഇന്നലെ രാത്രി ഫുള്ള് പറക്കി ഒതുപ്പായിരുന്നു. ഞാൻ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, അത് അവിടെ എടുത്ത് വയ്ക്കുന്നത്, ഇതിവിടെ എടുത്ത് വയ്ക്കുന്നത്. അമ്മ ഞാൻ നല്ല കുട്ടിയല്ലേ അമ്മ? ഞാൻ പറഞ്ഞു നീ നല്ല കുട്ടിയാണ് മോനെ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഹാങ്ങർ എടുത്ത് വെച്ചതാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു പെട്ടി, ഞാൻ ഈ വലിച്ചു നീക്കുന്ന പെട്ടി നിങ്ങൾ കണ്ടല്ലോ, ഇത് വർഷങ്ങൾ പഴക്കമുള്ള പെട്ടിയാണ്. അപ്പം ഈ മാറ്റിയ സമയത്ത്, വീടിൻ്റെ സാധനങ്ങൾ മാറ്റിയ സമയത്ത് അമ്മ പറയുന്നുണ്ടായിരുന്നു, അവൾ ഇറക്കിയല്ല, അവൾ ഉടനെ കൊണ്ടുവന്ന് ഈ പെട്ടി ഇറക്കിയല്ല, ഇത് വർഷങ്ങൾ പഴക്കമുണ്ട് കേട്ടോ. ഏകദേശം ഏട്ടൻ ഞാനായിട്ടുള്ള കല്യാണമൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് ഞാൻ ഒപ്പിച്ച ഒരു പെട്ടിയാണിത്, സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും അത് ഇച്ചിരി കേടുപാടൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അവനെ മാറ്റിയിട്ടില്ല. എന്തോ എനിക്കിഷ്ടമാണ് ഇവനെ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കട്ടിലിൻ്റെ മൂലയ്ക്കായിട്ട് ഇവനെ വയ്ക്കും. പിന്നെ എനിക്ക് മാറ്റാനേ തോന്നത്തില്ല. കുറച്ച് രൂപത്തിലൊക്കെ വ്യത്യാസം വന്നാലും വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ ഞാൻ ഇടണത് ഇതിനകത്തായിരിക്കും. ഇടണത് മീൻസ് മടക്കി വയ്ക്കുന്നത് ഇതിനകത്തായിരിക്കും. പിന്നീട് ഓരോരോ സാധനങ്ങൾ എടുക്കുമ്പോൾ അടിയിൽ നിന്നാണ് എടുക്കുന്നത്, അതുകൊണ്ടെല്ലാം അങ്ങോട്ട് വാരി ഒരു പരുവാവും. എന്നാലും എല്ലാം കൊണ്ടുവന്ന് ഈ പെട്ടിയിൽ തള്ളും കേട്ടോ. ഒരു കസേരയിൽ, നമ്മളൊക്കെ വീട്ടിലൊരു കസേര കാണുമല്ലോ, എല്ലാം ഞാൻ താങ്ങി നിർത്താം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കസേര കാണുമല്ലോ, അതാണ് എനിക്ക് ഇവൻ. ചില സാധനങ്ങൾ ഒരു ഏതം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മാറ്റാനേ തോന്നത്തില്ല. അതിന് എത്ര വൃത്തികേടെന്ന് പറഞ്ഞാലും മാറ്റാനേ തോന്നത്തില്ല. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ബക്കറ്റൊക്കെ വാങ്ങിച്ച് സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് വെക്കണമെന്നുണ്ട്. പിന്നെ ഏട്ടൻ്റെ പണ്ടത്തെ ഫോട്ടോയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ഹാളിൽ ഒരുപാട് ഫോട്ടോസൊന്നും വയ്ക്കാൻ പറ്റില്ല. നമ്മളിൽ സാധാരണ ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട്, എന്നാലും ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്താണ് ഫോട്ടോസൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ഫോട്ടോയാണ് ഈ ഇരിക്കുന്നത്. കൊച്ചിലായിരുന്ന സമയത്തുള്ള ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ മോനോട്ടൻ്റെ വീട്ടിൽ ഇടുന്ന ഡ്രസ്സും ആണ് ആ പച്ച ബക്കറ്റിലിരിക്കുന്നത്. ഫുള്ള് അവൻ്റെ വീട്ടിൽ ഇടുന്ന ഡ്രസ്സുകളാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ചിലതിൻ്റെയൊക്കെ കൈ ഉണ്ടെങ്കിൽ ചിലതിൻ്റെയൊക്കെ കാല് കാണത്തില്ല, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ മാറ്റാനുള്ളതുണ്ട്. കാരണം കൊച്ചിലത്തത് ഒരുപാട് കൊച്ചിലത്തെ ഒരുപാട് കൊച്ചിലത്തേക്ക് ഞാൻ മാറ്റി. ഇനി ചെറിയ ഒരു 6 മാസം മുമ്പുള്ള ഡ്രസ്സൊക്കെ ചിലപ്പോൾ ഇപ്പോൾ അവന് എത്താത്തതുകൊണ്ട്, അപ്പോൾ അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇത് ഇത്രയ്ക്ക് നിറങ്ങിയിരിക്കത്തില്ല. അപ്പോൾ അതും കൂടി മാറ്റാൻ വേണ്ടിയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് മാറ്റിയതേ ഉള്ളൂ. പക്ഷേ മോനോട്ട് ഇങ്ങനെ പൊങ്ങി പോണതുകൊണ്ട് ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും സാധനങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. അവന് വീട്ടിൽ നിന്ന് ഡ്രസ്സുകളൊക്കെ കൂടുതലും ഉണ്ട്. പിന്നെ ഇപ്പോൾ പുറത്ത് സ്കൂളിൽ യൂണിഫോം ആയതുകൊണ്ട് പുറത്തുള്ള ഡ്രസ്സുകൾ ഇപ്പോൾ കളക്ഷൻസ് വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ കുട്ടി എന്തിനാണ് 2 തുറപ്പയും കൊണ്ട് നടക്കണമെന്ന്. ഒന്ന് ഹൈറ്റ്, അതായത് നീളം കൂടുതലുള്ള തുറപ്പ, ഒന്ന് അല്ല സാധാ നമ്മൾ നോർമൽ തുറപ്പ. നമ്മൾ സാധാ നോർമൽ തുറപ്പ വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അടിഭാഗമൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹൈറ്റ് കൂടിയ തുറപ്പ, ഈ ഒരു നീളം കൂടിയ തുറപ്പയെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ അല്ലെങ്കിൽ എൻ്റെ നടുവിനൊക്കെ നല്ല പണിയാണ് പിള്ളേരെ. 10-30 വയസ്സായെങ്കിലും ഒരു 60 വയസ്സിൻ്റെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയത് കൊണ്ട് എനിക്ക് നടു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നീളമുള്ളത് നീളം കുറഞ്ഞതൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത് എൻ്റെ ഒരു യഥത്തിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അന്തരീക്ഷമൊക്കെ ഒന്ന് മാറി വന്ന് തുടങ്ങി. വെളിയിൽ കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ചെറിയ കോളൊക്കെ വന്ന് തുടങ്ങി. എനിക്ക് മഴയുള്ള സമയത്ത് വീട്ടിൽ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ. മോനുടൻ ഇന്ന് സ്കൂളിൽ പോകണ്ട. അപ്പോൾ മോനുടൻ വീട്ടിൽ നിൽക്കുന്ന ദിവസം എനിക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ജോബ് മെയിനാണ്, ജോബിന് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ കണ്ണുടച്ചങ്ങ് പോവും. അങ്ങനെ പിന്നെ അടുക്കള ഏരിയയിലോട്ടാണ് ഇനി വൃത്തിയാക്കലുള്ളത്. ഇവിടെ വലിയ രീതിയിലുള്ള വലിയ രീതിയിലൊന്നും ഒതുക്കാനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ സ്ഥലം മാറി വന്നതുകൊണ്ട് ഏകദേശമൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അത്രയും ഉള്ള സാധനങ്ങളെക്കാളും കുറച്ച് സാധനങ്ങളുടെ എണ്ണം കുറയുന്നുള്ളതാണ് സത്യം. കുറേയൊക്കെ നമ്മൾ ആക്രിക്ക് കൊടുക്കാനുള്ളത് അങ്ങനെ കൊടുക്കും, അല്ലാതെ എന്തെങ്കിലും ചെയ്യാനുള്ളത് അങ്ങനെ ചെയ്യും. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ പിന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ കുറേ അങ്ങ് ആക്രിക്ക് കൊടുത്തിട്ടോ, ഒരുപാട് സാധനങ്ങൾ നമ്മൾ ആക്രിക്ക് കൊടുത്ത്. ഇനിയും ഒരു സെക്ഷൻ ഉണ്ട്,
അപ്പോൾ അത് അമ്മ ഈ പറഞ്ഞിട്ടുണ്ട്, എടി നമുക്കതെല്ലാ പാത്രങ്ങളും കൂടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് വേറൊരു പാത്രം വാങ്ങിക്കാം, വേറൊരു ചായപാത്രം വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടുകൊണ്ട് എൻ്റെ മോനുടെ മുഖം വാടിയിട്ട് പോവുകയാണ്. എന്തൊരു സംഗതി എന്ന് മനസ്സിലായ, ഞാൻ ഈ മോപ്പ് കയ്യിൽ കൊടുക്കണം. അതായത് നമ്മൾ ഈ വെള്ളത്തിൽ വെച്ചിട്ടുള്ള ഈ മോപ്പ് ഇങ്ങനെ എടുത്ത് പിഴിഞ്ഞ് തുടയ്ക്കണത്. അപ്പോൾ ആൾക്കിത് കാണുമ്പോഴത്തേക്കും കളിക്കാനുള്ളൊരു സാധനം കയ്യിൽ കിട്ടി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് കറക്റ്റ് സമയത്തിന് ജോലി ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. ഞാനിത് എപ്പോഴായാലും കൊടുക്കും. ആദ്യം പറ്റൂല എന്നൊക്കെ പറഞ്ഞ് നിന്നാലും എൻ്റെ മനസ്സിൻ്റെ ആ ഒരു മനസ്സത്രയും സങ്കടം സഹിക്കാൻ പറ്റാത്ത ഒരാളായതുകൊണ്ട് ഞാൻ അവൻ കിണങ്ങിയാലും കൊടുക്കും. അതാണ് അമ്മ പറയുന്നത്, നീ ചുമ്മാ ചെറുക്കൻ കിണുങ്ങുമ്പോഴത്തേക്ക് ഓരോ സാധനങ്ങൾ എടുത്ത് കൊടുക്കല്ലേടി എന്ന് അമ്മ എപ്പോഴും വഴക്ക് പറയും. ഞാനിപ്പോൾ ഈ ബ്ലറാക്കി വെച്ചിരിക്കുന്നത് TV വെച്ചേക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ TV ഇങ്ങനെ നമുക്ക് ഈ കാർട്ടൂൺ കാണുമ്പോഴത്തേക്ക് യൂട്യൂബിൽ അത് പോളിസിക്ക് എതിരായിട്ട് വരും. അതുകൊണ്ടാണ് ഞാനത് ബ്ലറർ കാണിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. പുറത്ത് നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. വിചാരിക്കുന്നതിനേക്കാൾ സ്പീഡിനാണ് കേട്ടോ ഈ മഴയൊക്കെ വന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇപ്പം മഴ പെയ്യുമെന്ന്. കാരണം നല്ല അന്തരീക്ഷമായിട്ട് നിൽക്കുകയാണ്. മോനോട് ഞാൻ പറഞ്ഞില്ലേ, അവൻ കിടന്ന് കരഞ്ഞു ബഹളം വെച്ച് അവൻ വിചാരിച്ച കാര്യം അവൻ നേടി. അവൻ ഈ തുടയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള രീതിയിലാണ്. സത്യം പറഞ്ഞാൽ ഞാനും ഒന്ന് അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുത്ത് അമ്മ ചെയ്യുന്നതെന്ന് കണ്ടിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ അവൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന മോപ്പ് കൂടെ അടുക്കളയിലോട്ടൊന്നും കയറിയിട്ടേ ഉണ്ടായിരുന്നില്ല. അമ്മ ദോശയും ചമ്മന്തിയും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാനും കൂടെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് പരിപാടി ഒന്നും നടക്കത്തില്ല. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അമ്മ അടുക്കളയിലൊക്കെ ജോലിയൊക്കെ തീർത്തിട്ട് പിന്നെ ക്ലീനിങ് പരിപാടിയിലോട്ട് ഇറങ്ങണം. അതുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ കയറാതെ തന്നെ ഡയറക്റ്റ് നേരെ ക്ലീനിങ് പരിപാടിയിലോട്ട് ഇറങ്ങിയത്. എനിക്ക് സമയത്തിന് ജോലികൾ ചെയ്ത് തീർക്കാൻ പറ്റണില്ല എന്ന് തോന്നിയപ്പോഴത്തേക്കും ഞാൻ മോപ്പ് വസൂട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ അതിന് കിടന്ന് കരയണതാണ് മോപ്പ് ഞാൻ അവൻ്റെ കയ്യിൽ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ മോനോട്ടിനെ ഒരുവിധം സോപ്പിട്ടൊക്കെ നിർത്തിയിട്ട് വേറൊരു ജോലി തരാടാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു പേപ്പറും കുറച്ച് വെള്ളവും കൂടെ കൊടുത്തിട്ട് തുടയ്ക്കാൻ പറഞ്ഞു. അതല്ലാന്നുണ്ടെങ്കിൽ മോനോട്ട് ആകെ സീനാകും. അതുകൊണ്ടാണ് ഞാൻ അത് നൈസിന് കൊടുത്ത് അങ്ങ് ഇരുത്തിയത് കേട്ടോ. പിന്നെ ഞാൻ തറയിൽ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഡെറ്റോളും ലൈസോളുമാണ് എടുത്തത്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ പെട്ടെന്ന് തുടയ്ക്കുന്ന വെപ്രാളത്തിലായിരുന്നു കേട്ടോ. കാരണം ജോലി സ്ഥലത്തോട്ട് പോകാനുള്ള സമയമായി. അടുക്കളയിലെ ടൈലിന് ചെറിയൊരു തെന്നി പോകുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ചെറുതായിട്ട് വെള്ളം കിടന്നാലും പെട്ടെന്ന് തെന്നും. പിന്നെ നമ്മളിപ്പോൾ ഒരു കോട്ടൺ അല്ലാത്ത തുണി ഇട്ടാലും തെന്നിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോൾ എല്ലായിടും അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും കോട്ടൻ്റെ തുണി ഇട്ടാലും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു തെന്നാനുള്ള ചാൻസ് കൂടുതലാണെന്ന്. അതുകൊണ്ട് അവിടെ ഒരുപാട് ഞാൻ അങ്ങനെ തുടയ്ക്കാനൊന്നും നിന്നില്ല. പെട്ടെന്ന് തന്നെ തുടച്ചിട്ട് മാറി. പിന്നെ കുറച്ച് തുണികൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തെ തുണികളുണ്ടായിരുന്നു. 2 ദിവസത്തെ തുണികൾ ആകുമ്പോഴാണ് ഞാൻ ഇപ്പോൾ തുണികൾ കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അത് കുറച്ച് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാ തുണികളും ഇട്ട് കഴുകാൻ എന്നുള്ള സമയം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് തുണികളെ കഴുകിയിട്ടുള്ളൂ. ബാക്കി നാളെ കഴുകാമെന്ന് വിചാരിച്ച്. എൻ്റെ പിന്നെ നടു ഒടിഞ്ഞ് മണി 9:30 ആവാറായി. ഇനിയിപ്പം കുളിച്ച് ഫ്രഷായി കാപ്പി കുടിച്ച് ദോശ ചമ്മന്തിയായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചു. തുണികൾ വിരിക്കാനുണ്ട്. തുണികളൊക്കെ വിരിക്കണം. കുറേ പറക്കാനുണ്ട്. പറക്കാനുള്ള സമയമില്ല. അല്ലെങ്കിൽ ഇന്നലെയൊക്കെ ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ചെറിയ നനവ് തട്ടി കിടക്കുകയാണ്. പൂച്ച ഇവിടെ കിടക്കുകയാണ്. പൂച്ചയെ കാണിച്ചു തരാം. പൂച്ചയും പൂച്ചയുടെ കുട്ടിയും അയ്യോ പാല് ഉച്ചോട്ട് കിടക്കണ്. മ്യാവും 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 കിടക്കണ. കണ്ണൊന്നും തുറന്നില്ലേ? നിനക്ക് കണ്ണു തുറക്കാറായില്ലേടാ? ചൊതുങ്ങി കിടക്കണമൊക്കെയാണ്. തുണികളൊക്കെ അശയിൽ നിറങ്ങി കിടക്കണോണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം വിരിക്കണില്ല. അമ്മയുടെ അടുത്ത് വിരിക്കാൻ പറയാം. ഇത് പറക്കിയതിന് ശേഷം എനിക്ക് പറക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് പിന്നീട് അമ്മയെ കൊണ്ട് വിരിപ്പിക്കാമെന്ന്. ഞാൻ പോയി കുളിച്ച് ഫ്രഷായി റെഡിയായി ജോലിക്ക് പോട്ടെ. വയ്യ നടു നനക്കാൻ വയ്യ എൻ്റെ പൊന്നെ. ഓക്കെ, ഇതാ എൻ്റെ കൂടെ വരണം. എന്ത് ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല. പോണീക്ക് പാപ്പൻ തരാം ആടി പോടി. പിന്നെ മീനൊന്നും വാങ്ങിക്കാത്തത് കൊണ്ട് ആൾക്ക് പാപ്പൻ കിട്ടിയില്ല. ഇപ്പോൾ ദോശയുടെ കൂടെ ഇന്നലത്തെ മീൻകറി ഞാൻ വെച്ച് കൊടുക്കാം. എൻ്റെ പിറകെ വരണുണ്ട്.
എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയ ക്ലീനിങ് ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നേരെ ജോലി സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.